എ വിജയരാഘവൻ എന്നിവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും പങ്കെടുക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പരാജയത്തെ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുകയും അതടിസ്ഥാനപ്പെടുത്തിയുള്ള ഭാവി പരിപാടികൾ തീരുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. കേരളത്തിലുണ്ടായ ഈ അപ്രതീക്ഷിതമായ പരാജയം ശരിയായ ദിശാബോധത്തോടെ വിലയിരുത്തി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കണം എന്നാണ് പാർട്ടി പൊതുവെ തീരുമാനിച്ചത്. കേരളത്തിൽ അവസാനം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 33.60% വോട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത്. ഇപ്പോൾ അത് 39.73% വോട്ടായി ഉയർന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 66,65,370 വോട്ടാണ് LDFന് ലഭിച്ചത്. 66,65,370 വോട്ടാണ് LDFന് ലഭിച്ചത്. ഇത്തവണ അത് 84,185 വോട്ടായി വർദ്ധിച്ചു. അതായത് 17,35,175 വോട്ടിൻ്റെ വർധനവാണ് ഉണ്ടായത്. UDFും BJPയും അവരുടെ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ കണക്കാക്കിയാൽ ഏതാണ്ട് 60 നിയോജക മണ്ഡലങ്ങളിൽ LDFന് കൃത്യമായ ലീഡ് ഉണ്ട്. നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പിറകിൽ പോയ നിരവധി മണ്ഡലങ്ങളും ഉണ്ട്. അപ്പോൾ അവ പലതും പ്രാദേശിക പ്രശ്നങ്ങളുടെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ കള്ള പ്രചാരവേലകളുടെയും വർഗീയ ഇടപെടലുകളുടെയും മാധ്യമ ശൃംഖലകൾ നടത്തിയ ഇടതുപക്ഷ വിരുദ്ധ പ്രചാരണത്തിൻ്റെയും എല്ലാം ഭാഗമായി പിന്നിൽ പോയിട്ടുള്ളതാണ്. അത്തരം മണ്ഡലങ്ങളെല്ലാം ശരിയായ രാഷ്ട്രീയ പ്രചാരണം നടത്തി സംഘടനാ പ്രവർത്തനത്തിലൂടെ തിരിച്ചുപിടിക്കാൻ പറ്റും എന്ന് തന്നെയാണ് പാർട്ടി വിശ്വസിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചുള്ള മികച്ച അഭിപ്രായമാണ് നിലനിൽക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒന്നായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. മികച്ച ഭൂരിപക്ഷത്തോടെ LDFന് തിരിച്ചു വരാൻ കഴിയും എന്ന് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയത്. തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച ഘടകങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഗൗരവപൂർവ്വം പരിശോധിച്ചു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് എന്ന് കാണാൻ കഴിയും. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിനെതിരെ
സർക്കാരിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് നേടുന്നതിന് UDFോ BJPയോ ശ്രമിച്ചിട്ടില്ല. കള്ളപ്രചാരകരുടെ അടിസ്ഥാനത്തിലാണ്, അത്തരത്തിലൊരു പരമ്പരയാണ് UDFും BJPയും അഴിച്ചുവിട്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്ന സാഹചര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ UDFും BJPയും വർഗീയമായ പ്രചരണങ്ങളുടെയും കള്ളക്കഥകളുടെയും വിശ്വാസികളെ തന്നെ ഉപയോഗിച്ച് വോട്ടാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളുമാണ് നടത്തിയിട്ടുള്ളത്. BJP ഹിന്ദുത്വ വർഗീയതയിൽ ഊന്നി നിന്നുകൊണ്ട് വ്യാപകമായ കള്ളപ്രചാര വേലകൾ അതിന് നേതൃത്വം നൽകി നടത്തുകയുണ്ടായി. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകളെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരകർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നില നല്ല കള്ള പ്രചാരവേലയിലൂടെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുകയുണ്ടായി. UDFിലെ ഘടകകക്ഷികൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തു. എല്ലാ വർഗീയ ശക്തികളെയും ഒപ്പം നിർത്തി ഇടതുപക്ഷത്തെ മുഖ്യശത്രുവായി കണ്ടുകൊണ്ടുള്ള പ്രചാരവേലകളാണ് ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഉണ്ടായത്. ഈ രണ്ട് വിഭാഗവും BJPയും അതുപോലെ തന്നെ UDFും ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ടുള്ള പ്രചരണവും സമീപനവും സ്വീകരിച്ചു. പലയിടങ്ങളിലും UDFും LDFും തമ്മിൽ മത്സരം നടക്കുന്നിടത്ത് BJP വോട്ടുകൾ UDFിന് അനുകൂലമായി ചെയ്യിച്ചു. LDFും BJPയും തമ്മിൽ മത്സരം നടക്കുന്ന മേഖലയിൽ UDFിൻ്റെ വോട്ടുകൾ BJPക്ക് അനുകൂലമായി ചെയ്യുന്ന സമീപനവും ഉണ്ടായി. ഉദാഹരണമായി തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷനിൽ BJP ജയിച്ച 41 ഡിവിഷനുകളിൽ UDF 3-ാം സ്ഥാനത്താണ്. കേരളത്തിലുടനീളം ഈ സ്ഥിതിവിശേഷം കാണാൻ കഴിയും. അവർ പരസ്യമായി ഒരു മുന്നണി എന്ന രീതിയിൽ BJPയും കോൺഗ്രസും ചേർന്ന് നിന്നിട്ട് പ്രവർത്തിച്ചു എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാളുടെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലുടനീളം തന്നെ ഓരോരോ പഞ്ചായത്തിലും പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരസ്പരം വോട്ട് കൈമാറ്റം നടത്തി എന്നുള്ളത് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന കാര്യമാണ്. അത്തരത്തിലുണ്ടായ ഈ വോട്ട് കൈമാറ്റം മാത്രമല്ല, അതിനുശേഷം പ്രസിഡന്റ് ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അത് ശക്തിയായി തുടരുന്ന സമീപനമാണ് നമ്മൾ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഏറ്റവും അവസാനം ഒക്ടോബർ 29 മന്ത്രിസഭാ തീരുമാനങ്ങളെല്ലാം വെച്ച് വിജയിക്കുമെന്ന അമിതമായ ആത്മവിശ്വാസം പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട്.